പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEW ഇൻ്റർനാഷണൽ ഷോകൾ ഇപ്പോൾ അനൗൺസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ AEW ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് അവരുടെ ആദ്യ ലൈവ് ഇവൻറ്റ് നടത്താൻ പോകുന്നു. ഗ്രാൻഡ് സ്ലാം എന്ന് പേര് കൊടുത്തിട്ടുള്ള AEW ഷോ ആണ് ഫെബ്രുവരി മാസത്തിലേക്ക് AEW ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫോർബിഡൻ ഡോർ എന്ന് പറയുന്ന ഷോ ലണ്ടനിൽ വെച്ച് നടക്കുമെന്നുള്ളതും AEW ഇതിനോടകം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. മറ്റ് അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യമായി പങ്കുവെക്കുന്നത് കെവിൻ ഓവൻസിനെ സംബന്ധിച്ചാണ്. കെവിൻ ഓവൻസിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, കെവിൻ ഓവൻസ് WWE ഒരു കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ്. മെയ് മാസത്തിൽ കെവിൻ ഓവൻസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് തൻ്റെ WWE കോൺട്രാക്റ്റ് 9 മാസം കൂടി ബാക്കിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കെവിൻ ഓവൻസ് സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ തൻ്റെ കോൺട്രാക്റ്റ് ഉടനെ കഴിയും എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നുള്ളതും കെവിൻ ഓവൻസ് പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്റ്റ് പുതുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കാരണമൊന്നും കെവിൻ ഓവൻസ് പങ്കുവച്ചിട്ടില്ല. കെവിൻ ഓവൻസിനെ സംബന്ധിച്ച് സ്മാക്ഡൗണിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മെയിൻ ഇവൻ്റ് പൊസിഷൻ കിട്ടുന്നുണ്ട്. കൂടാതെ ഈ വരുന്ന ബാഷ് ഇൻ ബെർലിൻ എന്ന ഇവൻറ്റിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ടൈറ്റിലിനും കെവിൻ ഓവൻസ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടോപ്പ് സ്റ്റാറായി മെയിൻ ഇവൻ്റ് ടൈറ്റിൽ സീനിൽ നിൽക്കുന്ന കെവിൻ ഓവൻസ് എന്തുകൊണ്ട് ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കിയില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കോൺട്രാക്റ്റ് പുതുക്കാൻ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും അടുത്തേക്ക് വരെ എത്തിയത് എന്തുകൊണ്ട് എന്നുള്ള വലിയ സംശയങ്ങളും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് കെവിൻ ഓവൻസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവസാനമായി പങ്കുവെക്കാനുള്ളത് ജെ ഊസോയെ സംബന്ധിച്ചാണ്. ജെ ഊസോ WWE വിട്ട് AEWയിലേക്ക് പോകണം എന്നുള്ളത് WWE ഹോൾ ഓഫ് ഫെയിമറും ഊസോസിൻ്റെയും സോളോയുടെയും അച്ഛനായ റിക്കിഷി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ജെ ഊസോയെ WWE ബുക്ക് ചെയ്യുന്ന രീതിയിൽ, ജെ ഊസോയ്ക്ക് പുഷ് കൊടുക്കുന്ന രീതിയിൽ റിക്കിഷിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും ജെ ഊസോയെ WWE വേണ്ട പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള കാരണവും മുൻനിർത്തിക്കൊണ്ടാണ് റിക്കിഷി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ജെ ഊസോ AEWയിലേക്ക് പോകണം എന്നുള്ളത് പറയുന്നത്. കാരണം ജെ ഊസോ AEWയിലേക്ക് പോയാലാണ് ജെയുടെ വില WWE മനസ്സിലാകൂ എന്നുള്ളത്. അതുവരെ WWE ഇതേ രീതിയിൽ തന്നെയാണ് ജെ ഊസോയെ പരിഗണിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ജെ ഊസോ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാല്യൂ ഈ കമ്പനിയിൽ നിന്ന് കളയരുത് എന്നുള്ളതാണ് റിക്കിഷി പറയുന്നത്. അതായത് ജെ ഊസോ ഈറ്റ് എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്ന് അത് വലിയ രീതിയിൽ ഒരു സക്സസ്ഫുൾ മെർച്ചൻഡൈസ് ആക്കി മാറ്റി അങ്ങനെ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ജെ ഊസോ എന്ന് പറയുന്ന റെസ്ലർക്കോ അദ്ദേഹത്തിൻ്റെ കരിയറിനോ ഈ ഇത്തരത്തിലുള്ള ലാഭം കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് പേഴ്സണലായി യാതൊരുവിധ ഒരു പ്രോഫിറ്റും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് റിക്കിഷി പറയുന്നത്. ടോപ്പ് മത്സരങ്ങളിലേക്ക് ജെ ഊസോ എത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കുന്നില്ല. ഉദാഹരണത്തിന് മണി ഇൻ ദ ബാങ്കിലെ ലാഡർ മത്സരം, അതിൽ ജെ ഊസോയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റി പോലും കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഒരു സിംഗിൾസ് റെസ്ലറാക്കി പുഷ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല. ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പിനോ വേൾഡ് ടൈറ്റിലിനോ അദ്ദേഹത്തിന് മത്സരങ്ങൾ കൊടുക്കുന്നില്ല. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളാണ് റിക്കിഷി സ്വന്തം മകനായ ജെ ഊസോയുടെ പുഷിനെ സംബന്ധിച്ചും സ്റ്റോറിയെ സംബന്ധിച്ചും പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയത്. അപ്പോൾ AEWയിലേക്ക് പോയാൽ മാത്രമേ ജെ ഊസോയുടെ കരിയറിൽ ഇനിയൊരു ഉയർച്ച ഉണ്ടാകാൻ സാധ്യത ഉള്ളൂ എന്നുള്ളതും റിക്കിഷി പറയുന്നുണ്ട്. എന്തായാലും WWE ഈ ഒരു സ്റ്റൈലിൽ നിന്ന് മാറി ചിന്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ളതും റിക്കിഷി പറയുന്നുണ്ട്. ജെ ഊസോ അത്രയും ഫാൻസ് സപ്പോർട്ടുള്ള ഒരു റെസ്ലറാണ്. ഏതൊരു എറീനയിലേക്ക് എത്തിയാലും ജെ ഊസോയെ വരവേൽക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആരാധകരുണ്ട്. ഇതൊക്കെ WWE ക്രിയേറ്റീവ് ടീം മനസ്സിലാക്കണം എന്നുള്ളതും റിക്കിഷി പറയുന്നുണ്ട്. അപ്പോൾ റിക്കിഷിയുടെ അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.